മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രി മഴ. രേവതി സജ്ജി സമ്മാനിച്ച ചുരിദാറുമായി അടുക്കളയിലേക്ക് വന്നു. ശ്യാമള അരി വാർക്കാനിട്ടിരിക്കുകയാണ്. അമ്പിളി മരച്ചീനി നുറുക്കുന്നുണ്ട്. അർച്ചന അടുക്കളപ്പടിയിൽ ഇരിപ്പുണ്ട്. നോക്കമ്മേ, പ്രിയങ്ക ചേച്ചി വാങ്ങി തന്നതാ. രേവതി ചുരിദാർ ശ്യാമളയെ കാണിച്ചു. ശ്യാമള തിരിഞ്ഞു നോക്കി. നിനക്ക് എന്നാത്തിനാ അവൾ ചുരിദാർ മേടിച്ചു തന്നത്? അമ്പിളി എഴുന്നേറ്റ് വന്ന് ചുരിദാറിൽ പിടിച്ചു. തുടരുത്, കൈ അപ്പടി അഴുക്കാം. രേവതി തട്ടി മാറ്റി. ഓ പിന്നെ, വേറെ ആരും ഇതൊന്നും കണ്ടിട്ടില്ല. അമ്പിളി ചൊടിച്ചു. തയ്യൽ പഠിപ്പിക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാ ഇത് തന്നത്. അഭിമാനത്തോടെ രേവതി പറഞ്ഞു. 1500 കൊടുത്തിട്ടുണ്ടാകും. രേവതി വിലമതിച്ചു. 800 രൂപ തികച്ചു കൊടുത്തു കാണത്തില്ല. അമ്പിളി തിരിച്ചടിച്ചു. പോടി, നിനക്ക് മുഴുത്ത അസൂയയാ. രേവതി ചുരിദാറുമായി മുറിയിലേക്ക് പോയി. ഇനി ധൈര്യമായി ഇത് ധരിക്കാം. ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെഷീനിൽ കയറ്റി ഒന്നുകൂടി അവൾ സ്റ്റിച്ചിട്ടു. പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ ചവിട്ടുപടി ഒടിഞ്ഞു താഴ്ന്നു. തൻ്റെ വരുമാനം നിലച്ച സങ്കടത്തിൽ രേവതിക്ക് കരച്ചിൽ വന്നു. വെൽഡ് ചെയ്ത് പിടിപ്പിക്കാതെ മെഷീൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപാട് പഴക്കമുണ്ടായിരുന്നു ആ തയ്യൽ മെഷീനിന്. സെക്കൻഡ് ഹാൻഡായി വാങ്ങിയതാണ്. പുതിയൊരു മെഷീൻ വാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ അച്ഛൻ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. എന്താ ഒരു വഴിയെന്ന് അവൾ ആലോചിച്ചു. തൻ്റെ കയ്യിൽ 1500 രൂപയോളം കാണും. പെട്ടെന്ന് അവൾ സജി തന്ന ആ മോതിരത്തെക്കുറിച്ച് ഓർത്തു. മോതിരം പണയപ്പെടുത്തി കുറച്ച് കാശെടുത്താൽ പുതിയൊരു മെഷീൻ മേടിക്കാം. തയ്ച്ചു കിട്ടുന്ന കാശ് സ്വരുക്കൂട്ടി വലിച്ചാൽ 6-7 മാസം കൊണ്ട് മോതിരം തിരിച്ചെടുക്കാം. കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞാൽ തയ്യൽ മെഷീൻ വാങ്ങാൻ അച്ഛൻ കൂടെ വരും. രേവതി എഴുന്നേറ്റ് വീണ്ടും അടുക്കളയിൽ വന്നു. അമ്മേ, എനിക്ക് തെന്മല വരെ ഒന്ന് പോണം. നൂലും മറ്റും വാങ്ങണം. ഇവിടെ മറ്റെന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ മറ്റൊന്നും വേണ്ട. അമ്പിളി കൂടി ചെല്ല്, ശ്യാമള പറഞ്ഞു. തെന്മല വരെ പോയി വരാൻ എനിക്കാരുടെയും കൂട്ടും കുടയും ഒന്നും വേണ്ട. മറുപടി കാക്കാതെ രേവതി മുറിയിലേക്ക് പോയി. പുതിയ ചുരിദാർ അവൾ ധരിച്ചു. മേശയ്ക്കുള്ളിൽ നിന്ന് സജി സമ്മാനിച്ച മോതിരമെടുത്ത് പേഴ്സിൽ വെച്ചു. ഒരുക്കം പൂർത്തിയാക്കി അവൾ പുറത്തു വന്നു. അമ്പിളിയെ കൂട്ടാൻ ശ്യാമള പറഞ്ഞതൊന്നും രേവതി ചെവി കൊടുത്തില്ല. അവൾക്ക് കൂടി വണ്ടിക്കൂലി കൊടുക്കാൻ പറ്റില്ലെന്നായിരുന്നു നിലപാട്. റസാക്ക് മുക്കിൽ പുറപ്പെടാൻ കിടന്ന ജീപ്പിൽ അവൾ കയറി. സജിയെ ഒന്ന് വിളിച്ചാലോ എന്ന് ഓർത്തതാണ്. മോതിരം പണയപ്പെടുത്തുന്നത് അവനിഷ്ടമാവില്ലെന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു. പ്രേമോ ഉപഹാരമായി അവൻ സമ്മാനിച്ചതല്ലേ. 12 മണിയോടെ അവൾ ആര്യങ്കാവിലെത്തി. അവിടെ നിന്ന് ഒരു ബസ്സിൽ തെന്മല ഇറങ്ങി. മോതിരം ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ പണയപ്പെടുത്താനായിരുന്നു അവൾ തീരുമാനിച്ചത്. ക്ഷേത്രത്തിനടുത്ത് പെട്ടിക്കട നടത്തുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അവൾ ചെന്നു. ചേച്ചി, സ്വർണ്ണപ്പണയത്തിന് പണം തരുന്ന ബാങ്ക് എവിടെയുണ്ട്? ഹോസ്പിറ്റലിനപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ബാങ്ക് കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. സ്വർണ്ണപ്പണയത്തിന് പണം കടം കൊടുക്കുമെന്ന ബോർഡ് പുറത്ത് കണ്ടു. അവൾ ബാങ്കിലേക്ക് കയറി ചെന്നു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും അവിടെ ജീവനക്കാരായി കണ്ടു. കസ്റ്റമേഴ്സായി ആരുമില്ല. പേഴ്സിൽ നിന്ന് മോതിരമെടുത്ത് തൂക്കാനിരുന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ അവൾ വെച്ചു. എത്ര രൂപയാ വേണ്ടത്? മോതിരം കയ്യിലെടുത്ത് അവൻ ചോദിച്ചു. 10,000 രൂപ എടുക്കാമെന്ന് അവൾ ഓർത്തു. കഴിഞ്ഞൊരു ദിവസം 10 രൂപ പലിശ തരാമെന്ന് പറഞ്ഞ് രാജമ്മ ചേച്ചി അടുത്ത് വന്നത് അവൾ ഓർത്തു. മെഷീൻ വാങ്ങി ബാക്കി രൂപ പലിശയ്ക്ക് കൊടുക്കാമല്ലോ. അതൊരു നല്ല വരുമാനം കൂടിയാവും. 10,000 മതി. അവൻ മോതിരം തൂക്കി നോക്കി. പിന്നെ തിരിച്ചും മറിച്ചും നോക്കി. 10,000 കിട്ടില്ലേ? 1 പവനും 3 ഗ്രാമുമുണ്ട്. അവൾ ഓർമ്മിപ്പിച്ചു. തൂക്കം അതിൽ കൂടുതലുണ്ട്. അത്രയും കുറച്ച് കാശ് മതിയോന്നാ ചോദിച്ചത്. അവൻ ചെറുചിരിയോടെ പറഞ്ഞു. അത് മതി. നിസ്സാരമട്ടിൽ അവൾ പറഞ്ഞു. അഡ്രസ് പറയൂ. അവൾ പേരും വിലാസവും പറഞ്ഞു. അവനത് എഴുതിയെടുത്തു. ഇരിക്കൂ, കാശെടുത്തിട്ട് വരാം. മോതിരവുമായി അവൻ അകത്തേക്ക് പോയപ്പോൾ രേവതി കസേരയിലിരുന്നു. പലിശപ്പണം വാങ്ങാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 25,000 എടുക്കാമായിരുന്നെന്ന് അവൾ ചിന്തിച്ചു. അവിടെ ഇരുന്ന സ്ത്രീയും പുരുഷനും എഴുന്നേറ്റു അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി മടങ്ങി വന്ന സീറ്റിലിരുന്നു. ഒടുവിൽ മോതിരവുമായി ചെറുപ്പക്കാരനും വന്നു. അവൾ എഴുന്നേറ്റ് കൗണ്ടറിനടുത്ത് ചെന്നു. ഇവിടെ ഒന്ന് സൈൻ ചെയ്യ്. അവൻ പറഞ്ഞെടുത്ത് അവൾ സൈൻ ചെയ്തു. ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. ബാങ്കിൽ നിന്ന് കാശെടുക്കാൻ പ്യൂൺ പോയിരിക്കുക. അവൾ പിന്നെയും കസേരയിൽ വന്നിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും പണം കിട്ടുന്ന ലക്ഷണം കാണാതെ രേവതി എഴുന്നേറ്റ് ചെന്നു.
എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അവൾ നീരസപ്പെട്ടു. ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ ബാങ്കിന് മുന്നിൽ കേട്ടു. അതാ എത്തിപ്പോയി. ചിരിയോടെ അവൻ പറഞ്ഞു. ആരൊക്കെയോ ചവിട്ടി മെതിച്ച് കയറി വരുന്ന ഒച്ച കേട്ട് അവൾ മുഖം തിരിച്ചു. ഒരു സബ് ഇൻസ്പെക്ടറും 3 പോലീസുകാരുമാണ് ബാങ്കിലേക്ക് കടന്നു വന്നത്. മനസ്സിലാവാതെ രേവതി അവനെ നോക്കി. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. വേഷവും കിട്ടി മുക്കുപണ്ടവുമായി ഇന്ന് ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോടി. ഇത് ഞങ്ങൾ കുറേ കണ്ടതാ. പോലീസുകാർ അവൾക്ക് ചുറ്റും വലയും തീർത്തു. രേവതിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. രേവതി വിറയ്ക്കാൻ തുടങ്ങി. മുന്നിൽ വന്നു നിന്നത് തടിച്ച് കറുത്ത ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അവളെ വലയം ചെയ്ത് മറ്റ് പോലീസുകാരെ നിലയുറപ്പിച്ചു. ബാങ്കിലെ സ്റ്റാഫ് എഴുന്നേറ്റ് നിന്നു. സാർ, ഇതാണ് മുക്കുപണ്ടം. രേവതി കൊടുത്ത മോതിരമെടുത്ത് ഒരാൾ സബ് ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ചു. ഇൻസ്പെക്ടർ മോതിരമെടുത്ത് നോക്കി. പിന്നെ രേവതിയുടെ നേരെ തിരിഞ്ഞു. എന്താണ് നിന്റെ പേര്? പരുക്കൻ സ്വരത്തിൽ അയാൾ ചോദിച്ചു. രേവതി. അവൾ വിക്കി. എത്ര കാലമായിടി നിന്റെ ഈ പരിപാടി തുടങ്ങിയിട്ട്? രേവതിക്ക് കരച്ചിൽ വന്നു. സാർ, അത് സ്വർണം തന്നെയാ. അയാൾ കള്ളം പറയുക. ഛീ, മുക്കുപണ്ടത്തെ പൊന്നാക്കുന്നോടി. ഒരു തെറി അയാളുടെ നാവിൽ നിന്ന് വീണു. സാർ, ഞങ്ങൾ അകത്ത് കൊണ്ടുപോയി പരിശോധിച്ചതാ. കാഴ്ചയിൽ സ്വർണമാണെന്നേ പറയൂ. സജി ചതിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഒരു വനിതാ പോലീസുകാരി രേവതിയെ പിടിച്ച് മുന്നോട്ട് തള്ളി. അവൾ കരയാൻ തുടങ്ങി. എവിടാടി നിന്റെ വീട്? സത്യം പറഞ്ഞോണം. അത് രേവതിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. നിന്ന് നാടകം കളിക്കുന്നോടി. വനിതാ പോലീസുകാരി മുഖമടച്ച് ഒരടി കൊടുത്തു. രേവതി വാവിട്ട് കരഞ്ഞു. സാറിൻ്റെ ചോദ്യത്തിന് മറുപടി പറയടി, റോസ്മല. വനിതാ പോലീസുകാരി അവളുടെ മുടിക്കുത്തിന് പിടിച്ചുലച്ചു. അവിടത്തുകാര് നല്ല ആളുകളാണല്ലോടി. കള്ളം പറയുന്നു. ഇടത് കൈകൊണ്ട് വീണ്ടും അടുത്ത അടി രേവതിയുടെ കവിളിൽ വീണു. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ഇതാണ് സാർ ഇവൾ തന്ന അഡ്രസ്. ബാങ്കിലുള്ള ചെറുപ്പക്കാരൻ അവൾ എഴുതി കൊടുത്ത വിലാസം സബ് ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ചു. അയാൾ അതിലേക്ക് നോക്കി. ഇത് കള്ള അഡ്രസ് അല്ലേടി? അഡ്രസ് വായിച്ചിട്ട് അയാൾ അവളെ പേടിപ്പിക്കാനെന്നുവേണം നോക്കി. പറയടി. വനിതാ പോലീസുകാരി തലമുടി ഉലച്ചു. അല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്നത് പിന്നെ എന്താടി മോളെ? അയാൾ അറപ്പുള്ള തെറി വിളിച്ചു. സാർ, 6 മാസം മുമ്പും ഞങ്ങൾക്കിങ്ങനെ അബദ്ധം പറ്റി. അതാ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തത്. ഇവൾ തന്നെയാ അന്നും വന്നതെന്ന് തോന്നുന്നു. ബാങ്ക് ജീവനക്കാരൻ പറഞ്ഞു. പിടിച്ച് വണ്ടിയിൽ കയറ്റ്. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് രേവതിക്ക് തോന്നി. ഇനി ആരുടെ മുന്നിലും തനിക്ക് മുഖം കാണിക്കാനാവില്ല. സാർ, എന്നെ കൊണ്ടുപോകരുതേ. മോതിരം മുക്കുപണ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്നെ കൊണ്ടുപോകരുതേ സാർ. അവൾ കരഞ്ഞു പറഞ്ഞു. വാടി ഇങ്ങോട്ട്. പോലീസുകാരെ അവളുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. പിന്നാലെ ഇൻസ്പെക്ടറും പോലീസുകാരും നീങ്ങി. ബാങ്കിന് മുന്നിൽ ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. രേവതി മുഖം കുനിച്ച് നടന്നു. ആളുകൾ മുന്നോട്ട് തള്ളിക്കയറി. കൊടും കുറ്റവാളിയെ പോലെ പോലീസ് അവളെ ജീപ്പിൻ്റെ പിന്നിലേക്ക് തള്ളിക്കയറ്റി. എന്താ? ആരോ ചോദിച്ചു. മുക്കുപണ്ടം വെച്ച് പണം തട്ടാൻ വന്നതാ, ബാങ്ക് ജീവനക്കാരൻ പറഞ്ഞു. ആരൊക്കെയോ മൊബൈൽ ഫോൺ എടുത്ത് പോലീസുകാരെ വെട്ടിച്ച് രേവതിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അവൾ മുഖം പൊത്തി കരയുകയായിരുന്നു. ജീപ്പ് ഇളകിപ്പോയി. ആര്യങ്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പ് നിന്നു. ഇറങ്ങടി. പോലീസുകാരി രേവതിയെ പിടിച്ചിറക്കി ലോക്കപ്പിന് മുന്നിൽ കൊണ്ടുവന്ന് അവളെ നിർത്തി. അവിടെ നിന്ന് രേവതി പൊട്ടിക്കരഞ്ഞു. സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ അവളെ വന്നു കണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ SIയുടെ മുറിയിലേക്ക് അവളെ കൊണ്ടുപോയി. ഇൻസ്പെക്ടർ കസേരയിൽ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കടി പുന്നാര മോളെ, SI മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മാറി നിന്ന് കരഞ്ഞു. നിന്റെ കരച്ചിലൊന്നും ഇവിടെ വേണ്ട. ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം തന്നാൽ മതി. തല്ലുകൊള്ളാതെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നീ വിവരമറിയും. അയാൾ കസേര പിന്നിലേക്ക് ആഞ്ഞു തള്ളി എഴുന്നേറ്റു. തല്ലാൻ തയ്യാറെടുത്ത് 2 വനിതാ പോലീസുകാർ നിലയുറപ്പിച്ചു. നിന്റെ ശരിക്കുള്ള പേരെന്താടി? ആദ്യം അവൾക്ക് ഒച്ച പൊന്തിയില്ല. പറയടി. ഒരു പോലീസുകാരി അവളുടെ ചുമലിലടിച്ചു. രേവതി, നീ ബാങ്കിൽ കൊടുത്ത വിലാസം ശരിയാണോടി? കള്ളം പറഞ്ഞാൽ ഞാനത് തെളിയിക്കും. അയാൾ മീശത്തുമ്പ് പിരിച്ചു. സത്യമാണ് സാർ. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടടി? അച്ഛനും അമ്മയും അനുജത്തിയും. അവൾ കരഞ്ഞുപോയി. നിന്റെ അച്ഛൻ്റെ പണി എന്താടി? മോഷണമാണോ? അച്ഛൻ ലോറി ഡ്രൈവറാ. അവൻ്റെ പേരെന്താടി?
രാജപ്പൻ, ഒരു വനിതാ പോലീസുകാരി, അതെല്ലാം എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. എത്ര കാലമായിടി നീ ഈ തട്ടിപ്പ് പരിപാടി തുടങ്ങിയിട്ട്? അവൾ തൊഴുതു. സ്വർണമാണെന്ന് കരുതി പണയപ്പെടുത്താൻ പോയതാ സാറേ. മുക്കുപണ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കള്ളിയല്ല സാറേ. അവൾ കരഞ്ഞു. ഛീ, നിർത്തടി. 6 മാസം മുമ്പ് നീ ഈ തട്ടിപ്പുമായി അവിടെ ചെന്നതോ? ഞാൻ പോയിട്ടില്ല സാറേ. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് റോസ് മലയിലെത്തിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പറയണത് വിശ്വസിക്കണം സർ. അയാൾ അവളെ അല്പനേരം നോക്കി നിന്നു. പുതിയൊരു തയ്യൽ മെഷീൻ വാങ്ങാൻ വേണ്ടിയാ മോതിരം പണയം വെക്കാൻ പോയത്. ഈ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി? അയാൾ മേശയിലിരുന്ന മോതിരം എടുത്ത് കാണിച്ചു. അതെനിക്ക് സ്വർണമാണെന്ന് പറഞ്ഞ് ഒരാൾ തന്നതാണ് സാറേ. ഞാനത് വിശ്വസിച്ചു പോയി. എന്നെ ചതിച്ചതാണ്. എനിക്കറിയില്ലായിരുന്നു. ആരാടി നിനക്കിത് തന്നത്? രേവതി പതറി. സജിയുടെ പേരെങ്ങനെ പറയും? പുറത്തു പോയാൽ അത് കൂടുതൽ പ്രശ്നമാകും. ഛീ, പറയടി. അയാൾ നിലത്ത് ചവിട്ടി. അവൾ വിറച്ചുപോയി. അത് ഒരാൾ തന്നതാ. തന്നയാളിന് ഇതുവരെയും പേരിട്ടിട്ടില്ലേടി. അയാൾ അട്ടഹസിച്ചു. അത് അർച്ചന തന്നതാ. പെട്ടെന്ന് അവൾ പറഞ്ഞു. ആരാടി അർച്ചന? വല്യമ്മയുടെ മോളാ. എവിടെയുണ്ടടി അർച്ചന? എൻ്റെ വീട്ടിലുണ്ട്. നിന്റെ വീട്ടിലെ ഫോൺ നമ്പർ പറയടി. വീട്ടിൽ വേറെ ഫോണില്ല. കള്ളം പറയുന്നോടി മോളെ. അയാൾ കൈ ഓങ്ങി. അടി വീഴുമെന്ന് രേവതിക്ക് തോന്നി. സത്യമായും ഇല്ല സർ. അടുത്ത വീട്ടിലെ നമ്പർ പറയടി. കാണാതെ അറിയില്ല. എൻ്റെ ഫോണിലുണ്ട്. ഇൻസ്പെക്ടർ പറഞ്ഞ പ്രകാരം ഒരു പോലീസുകാരി ചെന്ന് അവളുടെ ബാഗ് എടുത്തുകൊണ്ട് വന്നു. ബാഗ് തുറന്ന് ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു. വിറയ്ക്കുന്ന കൈയോടെ ഫോൺ വാങ്ങി തൊട്ടടുത്ത വീട്ടിലെ രാജമ്മയുടെ നമ്പർ അവൾ പറഞ്ഞു കൊടുത്തു. പോലീസുകാരി അത് കുറിച്ചെടുത്തു. ഇവളെ പുറത്തു കൊണ്ടുപോയിക്കോ. ആ നമ്പറിൽ വിളിച്ച് വിവരം പറ. എല്ലാ കള്ളികളും ഇങ്ങ് പോരട്ടെ, എസ് ഐ പറഞ്ഞു. ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് രേവതിയെ പോലീസുകാരി പുറത്തേക്ക് കൊണ്ടുപോയി. ശ്യാമള കാട്ടിൽ നിന്ന് ശേഖരിച്ച വിറകുമായി പറമ്പിലേക്ക് കയറിയപ്പോഴാണ് രാജമ്മ ഓടിക്കിതച്ച് വന്നത്. ശ്യാമളെ, രേവതി വീട്ടിലുണ്ടോ? അവൾ തെന്മല വരെ പോയി. എന്നതാ രാജമ്മേ? ദൈവമേ, എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അവളിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടത്രേ. എൻ്റെ ഈശ്വരന്മാരെ! ശ്യാമള വിറക് കേട്ട് താഴെയിട്ടു. എൻ്റെ കുഞ്ഞിനെന്നാ പറ്റിയേ? കാര്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചോദിച്ചു. വേഗം സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ശ്യാമള കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വിവരമറിഞ്ഞ് അർച്ചനയും അമ്പിളിയും പകച്ചു. ഞാൻ എന്നാ ചെയ്യും ദൈവമേ? ആ മനുഷ്യനും ഇവിടെ ഇല്ലല്ലോ. ശ്യാമള നിലവിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും വിളിച്ച് പറ്റിച്ചതാവോ കുഞ്ഞമ്മേ? അവളെ പോലീസ് പിടിക്കേണ്ട കാര്യമെന്താ? അർച്ചന അന്താളിപ്പോടെ ചോദിച്ചു. വിളിച്ചത് പോലീസ് തന്നെയാ. രേവതിയുടെ നമ്പറിൽ നിന്നാണ് വിളി വന്നത്. നിങ്ങൾ വേഗം ഒന്ന് ചെല്ല്. ലിജീഷിൻ്റെ ജീപ്പ് വീട്ടിലുണ്ട്. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാം. രാജമ്മ ലിജീഷിൻ്റെ വീട്ടിലേക്ക് ഓടി. എൻ്റെ ദേഹം തളരുവാണേ. കുഞ്ഞമ്മ കുറച്ച് ധൈര്യം കാണിക്ക്. നമുക്ക് പോകാം. വേഗം ഡ്രസ്സ് മാറിക്കോ. ആള് മാറി അവളെ പിടിച്ചതാവും. അർച്ചന മുറിയിലേക്ക് ഓടി. തിടുക്കത്തിൽ അവൾ ഡ്രസ് ചെയ്തു വന്നപ്പോൾ ശ്യാമളയും സാരി വാരി ചുറ്റി പുറത്തു വന്നു. ജീപ്പ് വീടിന് മുന്നിലെത്തി. അമ്പിളിയെ വീട്ടിൽ നിർത്തി അർച്ചനയും ശ്യാമളയും വണ്ടിയിൽ കയറി. ആര്യങ്കാവിലെത്തുന്നതുവരെ ശ്യാമള കരയുകയും മൂക്കുപിഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ശ്യാമളയെയും കൂട്ടി അർച്ചന സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. അവിടെ നിന്ന പോലീസുകാരിയോട് അർച്ചന വിവരങ്ങൾ പറഞ്ഞു. ഓ, തട്ടിപ്പുകാരികൾ എത്തിയല്ലോ. നീയാണോടി അർച്ചന? ആ ചോദ്യം കേട്ട് അർച്ചന പകച്ചു. അതെ. പോലീസുകാരി അവളെ ചുഴിഞ്ഞു നോക്കി. ഇവളേതാ? രേവതിയുടെ അമ്മയാ. സാറ് വന്നാട്ടെ, അവിടെങ്ങാനും നിൽക്ക്. എന്താ മാഡം കാര്യം? അർച്ചന ചോദിച്ചു. മുക്കുപണ്ടം വെച്ച് പണം തട്ടിക്കാൻ വിട്ടിട്ട് എന്നോട് ചോദിക്കുന്നോടി. അർച്ചന ഞെട്ടിപ്പോയി. മുക്കുപണ്ടമോ? ആര്? രേവതിയോ? തെന്മല ഒരു ബാങ്കിൽ നിന്ന് അവളെ പിടികൂടിയത്. തൊണ്ടിയോടെ ശ്യാമള വാവിട്ട് കരഞ്ഞു. എൻ്റെ മോള് കള്ളിയല്ല സാറന്മാരെ. ഇവിടെ നിന്ന് മോങ്ങരുത്. ഇറങ്ങി പുറത്ത് നിൽക്ക്. മാഡം, അവളെ ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ് മാഡം. അർച്ചന കെഞ്ചി. നീയല്ലേടി ആ മോതിരവും കൊടുത്ത് അവളെ വിട്ടത്? അർച്ചന നടുക്കം കൊണ്ടു. എനിക്ക് അവളെ ഒന്ന് കാണണം. അവത് രേവതിയാവില്ല. അർച്ചന അകത്തേക്ക് കയറിപ്പോയി. ലോകപ്പിന് മുന്നിൽ രേവതി മുഖം കുമ്പിട്ട് നിലത്തിരിക്കുന്നത് അർച്ചന കണ്ടു. അവൾ അടുത്ത് ചെന്നിരുന്ന് ചുമലിൽ കൈവച്ചപ്പോൾ രേവതി മുഖമുയർത്തി. അടിയേറ്റ് തിണർത്ത കവിളുകൾ അർച്ചന കണ്ടു. അവൾക്ക് സഹിക്കാനായില്ല. എൻ്റെ മോളെ! അർച്ചന വിതുമ്പിപ്പോയി. രേവതി അവളെ തുറച്ചു നോക്കി. നീ എന്ത് പണയം വെക്കാനാ പോയത്? മോതിരം. അത് നീ എനിക്ക് തന്നതാണെന്ന് ഞാൻ പറഞ്ഞു പോയി. നീ ഏൽക്കണം. ഏറ്റില്ലെങ്കിൽ എന്നെ പിന്നെ ആരും കാണില്ല. ചത്ത് കളയും ഞാൻ.
ഉരുവിടും പോലെ രേവതി പറഞ്ഞു. അർച്ചന അന്താളിച്ചിരുന്നു. വനിതാ പോലീസുകാരി അവിടേക്ക് വന്നു. എന്താ, ഇവളല്ലേ? അർച്ചന യാന്ത്രികമായി എഴുന്നേറ്റു. അതെ, എന്നാൽ പുറത്തേക്ക് പോ, സാറ് വരുമ്പോൾ വിളിക്കാം. അർച്ചന പുറത്തേക്ക് നടന്നു. മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് ശ്യാമള. അവളെ കണ്ടോ മോളെ? കണ്ടു. കേട്ടതൊക്കെ സത്യമാണോ മോളെ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. രേവതിക്ക് മുക്കുപണ്ടം എവിടെ നിന്ന് കിട്ടിയെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായില്ല. താൻ കൊടുത്തതാണെന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അവൾ മിടുക്ക് കാണിച്ചു. പോലീസ് ജീപ്പ് വന്ന് മുറ്റത്ത് നിന്നു. അതിൽ നിന്ന് SI ഇറങ്ങി അകത്തേക്ക് പോയി. ലിജീഷ് അവരുടെ അടുത്ത് വന്നു. രാജപ്പൻ ചേട്ടനെ വിവരം അറിയിക്കണ്ടേ? വേണം മോനെ. ശ്യാമള കണ്ണു തുടച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രാജപ്പൻ്റെ നമ്പർ കുത്തി ശ്യാമളയ്ക്ക് കൊടുത്തിട്ട് മാറി നിന്നു. എന്നതാ ലിജീഷേ? രാജപ്പൻ്റെ സ്വരം മറുതലക്കിൽ ശ്യാമള കേട്ടു. ഞാൻ ശ്യാമളയാ. വിങ്ങിപ്പൊട്ടി വിവരങ്ങൾ ശ്യാമള പറഞ്ഞു. ഞാനും അർച്ചനയും ഇപ്പോൾ സ്റ്റേഷനിലാ. അവൾക്കത് എവിടെ നിന്ന് കിട്ടിയടി? രാജപ്പൻ്റെ അലർച്ച കേട്ടു. എനിക്കൊന്നും അറിയേല എൻ്റെ കുഞ്ഞ്. ശ്യാമള കരഞ്ഞു. SI വിളിക്കുമ്പോൾ നീ എന്നെ ഒന്നുകൂടി വിളിക്ക്. അർച്ചന അകത്തേക്ക് ചെല്ലാൻ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു. അർച്ചന അകത്തേക്ക് ചെന്നു. പോലീസുകാരൻ SIയുടെ മുറിയുടെ ഹാഫ് ഡോർ തുറന്നു കൊടുത്തു. അവൾ ഉള്ളിൽ കടന്നു. രേവതി ഇൻസ്പെക്ടറുടെ മുന്നിൽ നിൽപ്പുണ്ട്. നീയാണോ അർച്ചന? അയാൾ ചോദിച്ചു. അതെ സാർ. അയാൾ മോതിരമെടുത്ത് കാണിച്ചു. നീ ഇത് കണ്ടിട്ടുണ്ടോ? അർച്ചന രേവതിയെ നോക്കി. അവൾ അതെ എന്ന് കണ്ണു കാണിച്ചു. പറ. അർച്ചന മോളി. നീയാണോ ഇവൾക്കിത് കൊടുത്തത്? അതെ. ഇത് മുക്കുപണ്ടമാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. അപ്പോൾ മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണയം വെക്കാൻ ഇവളുടെ കയ്യിൽ കൊടുത്തു വിട്ടുവല്ലേടി? രേവതി കുറ്റങ്ങളെല്ലാം അർച്ചനയുടെ തലയിൽ ഇറക്കി വെച്ച് മാപ്പ് സാക്ഷി പോലെ നിന്നു. പണയം വെക്കാൻ ഞാൻ കൊടുത്തതല്ല സാർ. അവൾ പണയപ്പെടുത്തുന്ന കാര്യവും എനിക്കറിയില്ലായിരുന്നു. പിന്നെ കുറേ നാൾ മുമ്പ് ഞാൻ ഇവൾക്ക് കൊടുത്തതാ. സ്വർണമാണെന്ന് അവൾ ചോദിച്ചപ്പോൾ വെറുതെ അതേന്ന് പറഞ്ഞു. പിന്നെ തിരുത്താനും പറ്റിയില്ല. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. മാപ്പാക്കണം സാർ, അർച്ചന അപേക്ഷിച്ചു. SI രേവതിയുടെ നേരെ തിരിഞ്ഞു. പണയപ്പെടുത്താൻ വേണ്ടി ഇവൾ നിന്നെ ഏൽപ്പിച്ചതല്ലേടി? സത്യം പറഞ്ഞോണം. അതേ സാറേ. എൻ്റെ തയ്യൽ മെഷീൻ ഒടിഞ്ഞപ്പോൾ മറ്റൊന്ന് വാങ്ങാനായി ആ മോതിരമെടുത്ത് വിൽക്കാൻ ഇവളാ എന്നോട് പറഞ്ഞത്. വീട്ടിലാരും അറിയരുതെന്നും പറഞ്ഞു. അർച്ചന സ്തംഭിച്ചു നിന്നു. പണയപ്പെടുത്തിയാൽ മതിയെന്ന് ഞാൻ കരുതി. കാശ് കിട്ടുമ്പോൾ തിരിച്ചെടുക്കാമല്ലോ. അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ എൻ്റെ വിലാസം പറയൂ സാറേ. എന്നെ ചതിച്ചത് ഇവൾ ഒരുത്തിയാ. ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഞാൻ മരിച്ചു കളയും. രേവതി കരഞ്ഞു. SI അർച്ചനയെ തറപ്പിച്ചൊന്ന് നോക്കി. നീ നല്ല മുതലാണല്ലോടി. അർച്ചന നിന്നുരുകി. എൻ്റെ ഭാവി നശിപ്പിക്കാനാ സാറേ ഇവൾ അത് ചെയ്തത്. ഇവൾക്ക് ഞാൻ നന്നായി ജീവിക്കുന്നത് കാണുന്നതിലുള്ള അസൂയ. ഇവൾ കാരണമാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് നാണം കെട്ട് ഇവിടേക്ക് വന്നത്. അവിടെ ഒരുത്തൻ്റെ കൂടെ നടന്ന് പിഴച്ചിരിക്കുക ഇവൾ. അർച്ചന നടുക്കം കൊണ്ടു. രേവതി കണ്ണു തുടച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞു. അപ്പോൾ ഒന്നാം പ്രതി ഇവൾ തന്നെ. SI പറഞ്ഞു. എന്നെ വെറുതെ വിടണേ സാറേ. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ചതിയിൽപ്പെട്ടു പോയതാ. രേവതി യാചിച്ചു. ഹാഫ് ഡോർ തുറന്ന് ഒരു പോലീസുകാരൻ്റെ കൂടെ ശ്യാമള കരഞ്ഞുകൊണ്ട് അകത്ത് വന്നു. അവളുടെ തള്ളയാ സാറേ, പോലീസുകാരൻ പറഞ്ഞു. ശ്യാമള കയ്യിലിരുന്ന ഫോൺ SIയുടെ നേരെ നീട്ടി. എൻ്റെ ഭർത്താവാ സാറേ, സാറൊന്ന് സംസാരിക്കണേ. ശ്യാമള അപേക്ഷിച്ചു. അവൻ ആരാടി? MLAയോ? SI തട്ടിക്കയറി. SP വിശ്വനാഥൻ സാറിൻ്റെ ഡ്രൈവറാ. സാറൊന്ന് സംസാരിക്കണേ. ശ്യാമള യാചിച്ചു. SI ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. നീ ആരാടാ? സാറേ, എൻ്റെ മോൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണേ. ഉപദ്രവിക്കല്ലേ സാറേ. അവൾ ചെയ്തത് എന്താണെന്ന് നിനക്കറിയൂടാ? കാര്യങ്ങൾ ഭാര്യ പറഞ്ഞു. സാറേ, ഞാൻ SP വിശ്വനാഥൻ സാറിൻ്റെ ഡ്രൈവറാ. അവളെ രക്ഷിക്കണം സാർ. പുറത്തിറഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ ഭാവി നശിക്കും. നീ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? SI ചൂടായി. ഞാൻ SP സാറിനെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാം. സാറ് കേസാക്കാതിരുന്നാൽ മതി. 5 മിനിറ്റ് സമയം തരണം സാർ. കോൾ കട്ടായി. ഉള്ളതാണോടി പറഞ്ഞത്? SPയുടെ ഡ്രൈവറാണോ? നുണ പറഞ്ഞാൽ എല്ലാത്തിനെയും അകത്താക്കും ഞാൻ. അതേ സാറേ. ശ്യാമള തൊഴുതു. ആ, വിളിച്ചോണ്ട് പൊക്കോ. രണ്ടിനെയും തൂക്കിയെടുത്തിട്ട് കേസാക്കേണ്ടതാ. ഇവളുടെ ഭാവിയെ കരുതി ഞാൻ വെറുതെ വിടുന്നു. വിളിക്കുമ്പോൾ വന്നേക്കണം. വരാം സാറേ. ശ്യാമള ചെന്ന് രേവതിയെയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അർച്ചന നടക്കാൻ തുടങ്ങിയപ്പോൾ SI പറഞ്ഞു. നീ അവിടെ നിന്നേ. അർച്ചന നിന്നു.
SI അവളെ അടിമുടിയൊന്ന് നോക്കി. അവളുടെ ചുറ്റുമൊന്ന് വട്ടം കറങ്ങി. നിനക്കെന്താ ജോലി? ജോലിയൊന്നുമില്ല. അവൾക്ക് ഭയം തോന്നി. നീ ഒരു പിഴയാണല്ലേടി? അർച്ചന മുഖം കുനിച്ചു. കണ്ണുകൾ തുളുമ്പിപ്പോയി. എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോടി പുന്നാര മോളെ. അവൾ തലയാട്ടി. നീ ചില്ലറക്കാരിയല്ലെന്ന് മനസ്സിലായി. ഇനി നീ എൻ്റെ മുന്നിലെങ്ങാനും ഇതുപോലെ വന്നാലുണ്ടല്ലോ, വിവരമറിയും. പൊയ്ക്കോ. നിറഞ്ഞു തുളുമ്പിയ കണ്ണോടെ അർച്ചന തിരിഞ്ഞു നടന്നു. അവൾ പുറത്തു വരുമ്പോൾ പോലീസ് വിട്ടയച്ച വിവരം ശ്യാമള രാജപ്പനെ വിളിച്ച് ധരിപ്പിക്കുന്നത് കണ്ടു. രേവതി ജീപ്പിൽ കയറി മുഖം കുനിച്ചിരുന്നു. യാത്രക്കിടയിൽ ശ്യാമള ചോദിച്ചതിനൊന്നും രേവതി മറുപടി പറഞ്ഞില്ല. അർച്ചനയുടെ മനസ്സ് നീറിക്കൊണ്ടിരുന്നു. ജീപ്പിൽ വീടിനു മുന്നിൽ വന്നിറങ്ങുമ്പോൾ അയൽക്കാർ വീട്ടുമുറ്റത്തും വരാന്തയിലും നിൽക്കുന്നത് ശ്യാമള കണ്ടു. വാർത്ത റോസ്മലയിൽ പടർന്നിരിക്കുന്നു. തല കുനിക്കാതെ തന്നെ രേവതി കയറി വന്നു. എന്തിനാ മോളെ പോലീസ് പിടിച്ചത്? വാച്ചർ രവി ചോദിച്ചു. എന്തു മറുപടി പറയുമെന്നറിയാതെ ശ്യാമള കുഴങ്ങി. അമ്പിളി അടുത്തേക്ക് ഓടി വന്നു. കാര്യമെന്താ? മറ്റൊരു സ്ത്രീ ചോദിച്ചു. ബാങ്കിൽ ഞാനൊരു മോതിരം പണയം വെക്കാൻ പോയി. അതൊരു മുക്കുപണ്ടമായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. രേവതിയുടെ പ്രസ്താവന കേട്ട് പകച്ചുപോയത് ശ്യാമളയായിരുന്നു. സ്വർണമാണെന്ന് പറഞ്ഞ് അതെന്നെ പണയം വെക്കാൻ പറഞ്ഞയച്ചത് ഇവളാ. അർച്ചനയുടെ നേരെ രേവതി വിരൽ ചൂണ്ടി. ശ്യാമളയും അമ്പിളിയും ഞെട്ടിപ്പോയി. അപരാധിയെപ്പോലെ അർച്ചന നിന്നു. കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നീ അത് പണയം വെക്കാം എന്ന് പറഞ്ഞു. ഇവൾ ഒരു മോതിരം എൻ്റെ കയ്യിൽ തന്നു. എന്നെ ചതിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. രേവതി പെട്ടെന്ന് കരഞ്ഞു. എല്ലാവരും പകപ്പോടെ അർച്ചനയെ നോക്കി. നീ എന്തിനാ അർച്ചനെ ആ കുട്ടിയോട് ഇങ്ങനെയൊരു കൊലച്ചതി ചെയ്തത്? നീ ഇത്തരക്കാരിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അനിയത്തിയുടെ ഭാവി തുലച്ചു കളയാൻ നോക്കിയില്ലേ? രാജമ്മ അമർഷത്തോടെ ചോദിച്ചു. എൻ്റെ ജീവിതം തകർത്ത് കളയാനാ രാജമ്മ ചേച്ചി അവൾ നോക്കിയത്. നിങ്ങളീ കാണുന്ന മുഖമൊന്നുമല്ല അവൾക്കുള്ളത്. പിഴയാ. വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് ഓടിപ്പോയി. സ്തംഭിച്ച് നിൽക്കുകയാണ് ശ്യാമളയും അമ്പിളിയും. സത്യം ഞാൻ പോലീസിനോട് പറഞ്ഞു. അവളെ വിളിച്ച് വിരട്ടിയപ്പോൾ എല്ലാം സമ്മതിച്ചു. അവരെന്നെ പുറത്തു വിട്ടു. മിക്കവാറും അവളുടെ പേരിൽ കേസ് വരും. അമ്പിളി അകത്തേക്ക് ഓടി. അർച്ചന കട്ടിലിരുന്ന് കരയുന്നതാണ് കണ്ടത്. ചേച്ചി. അർച്ചനയെയും പിടിച്ച് അമ്പിളി അടുത്തിരുന്നു. അവൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്നതാ ചേച്ചി അവിടെ സംഭവിച്ചത്? അർച്ചന കണ്ണും മുഖവും തുടച്ചിട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞത് തന്നെ എല്ലാവരും വിശ്വസിച്ചാൽ മതി. ഞാനും അങ്ങനെ വിശ്വസിക്കണോ? അർച്ചന നനഞ്ഞ ചിരിയോടെ അവളുടെ താടി പിടിച്ചു. അവൾ നിന്നെപ്പോലെ എൻ്റെ അനിയത്തിയല്ലേ മോളെ? എനിക്കറിയണം എന്താ സംഭവിച്ചതെന്ന്. അമ്പിളി വാശി പിടിച്ചു. അർച്ചന എല്ലാം അവളോട് പറഞ്ഞു. ഭയങ്കരി. എങ്ങനെ മനസ്സ് വന്നു അവൾക്ക്? ഞാൻ ഏറ്റില്ലെങ്കിൽ അവൾ മരിച്ചു കളയുമെന്ന് പറഞ്ഞു. ഇത്തരം കള്ളികൾ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല ചേച്ചി. എൻ്റെ പൊന്നു ചേച്ചി ഇങ്ങനൊരു വിധിയായി പോയല്ലോ. ചേച്ചി സമ്മതിക്കാനേ പാടില്ലായിരുന്നു. അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കണമായിരുന്നു. അമ്പിളി രോഷം കൊണ്ടു. ചേച്ചിക്കിനി എന്ത് നോക്കാനാ മോളെ? ജീവിതം തകർന്നു പോയവളല്ലേ ഞാൻ. അതുപോലെയാണോ രേവതിയുടെ കാര്യം? നല്ലൊരു ഭാവി അവൾക്കുണ്ട്. അതിലൊരു പോറൽ പോലും ഏൽക്കരുത്. ആരും അവളെ പഴിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. നല്ല പെൺകുട്ടിയായിട്ട് വേണം അവൾ നാളെ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ. എനിക്കത് നിർബന്ധമുണ്ട് ചേച്ചി. അമ്പിളി അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അർച്ചന അവളെ ചേർത്തണച്ചു. ചേച്ചിയുടെ നല്ല മനസ്സ് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഒന്നും വേണ്ട. എനിക്ക് ഈ സന്തോഷം മാത്രം മതി. ആരും ഒന്നും തിരിച്ചറിയാതെ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല മോളെ. ഹൃദയത്തിൽ തട്ടി ഒരിക്കൽ അവൾ എന്നെ ചേച്ചിയെന്ന് വിളിക്കും. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. ഒരർത്ഥത്തിൽ നിങ്ങളുടെ ഭാവി തകർത്തവളാ ഞാൻ. ആരും ഒന്നും അറിഞ്ഞില്ലെന്ന് മാത്രം. അതിനുള്ള പ്രായശ്ചിത്തം കൂടിയാണ് മോളെ. ഇതൊക്കെ ഞാനിത് അർഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ തട്ടിയാണ് അർച്ചന അത് പറഞ്ഞത്. ചേച്ചി. അവളെ മുറുകെ പിടിച്ച് അമ്പിളി കരഞ്ഞു. കുഞ്ഞമ്മയും ചിറ്റപ്പനും മറിച്ചൊന്നും ചിന്തിക്കരുത്. അവരോട് ഞാനിതേ പറയൂ. പക്ഷേ നിന്റെ മുന്നിൽ മറിക്കാൻ എനിക്കൊന്നുമില്ല മോളെ. നീ ഞാനല്ലേ. അർച്ചനയ്ക്ക് കരച്ചിൽ വന്ന് തികട്ടി. എൻ്റെ ആദി അവൾക്ക് ആ മോതിരം ആര് കൊടുത്തു എന്നതാ. ഒരബദ്ധവും അവൾക്ക് പറ്റരുതേ ഈശ്വര. അർച്ചനയെ കെട്ടിപ്പിടിച്ച് അമ്പിളി കരഞ്ഞു. മുറിക്ക് പുറത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ശ്യാമള നിൽപ്പുണ്ടായിരുന്നു. പൾസർ ബൈക്കിൽ സജി വീടിന് മുന്നിൽ വന്നിറങ്ങി. കീ ചെയിൻ വിരലിലിട്ട് കറക്കി മൂളിപ്പാട്ടോടെ ഹാളിലേക്ക് പ്രവേശിച്ചു. രാവിലെ അവൻ കൊട്ടാരക്കര വീട് പണിയുന്നിടത്ത് പോയതായിരുന്നു.
അടുക്കളയിൽ നിന്ന് പ്രിയങ്ക ഓടി വന്നു. അമ്മയുടെ വരവ് കണ്ട് അവൻ അമ്പരന്നു. മോനെ, എടാ സജി. പ്രിയങ്ക പറയാൻ വീർപ്പുമുട്ടി. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എന്ത് കാര്യം? അവനൊന്നും മനസ്സിലായില്ല. എടാ മോനെ, നീ സംശയിച്ചതുപോലെയാണ് കാര്യങ്ങൾ. തെറ്റുപറ്റിയത് എനിക്കാണടാ. നിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് ആ കള്ളി തന്നെ, രേവതി. പെരുങ്കള്ളിയെ അവൾ. അവൻ പകച്ചു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ആ കള്ളിയെ പോലീസ് പിടിച്ചടാ മോനെ. രേവതിയെ പോലീസ് പിടിച്ചെന്നോ? എന്തിന്? അവന് ശ്വാസം വിലങ്ങി. മുക്കുപണ്ടം പണയം വയ്ക്കാൻ ബാങ്കിൽ കൊണ്ടുചെന്നതിന്. അവർ കയ്യോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. സജി നടുങ്ങിപ്പോയി. അമ്മയോട് ഇതാരാ പറഞ്ഞത്? ഈ നാട്ടിൽ ഇനി അറിയാൻ ആരുമില്ലടാ. അവൻ വാ പിളർന്നു. ഒരു മോതിരം പണയം വയ്ക്കാൻ അവൾ തെന്മല ഒരു പ്രൈവറ്റ് ബാങ്കിൽ ചെന്നു. ഉരച്ചു നോക്കിയപ്പോൾ ഒന്നാന്തരം മുക്കുപണ്ടം. അവർ പോലീസിനെ അറിയിച്ചു. അവളെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി. ഇങ്ങനെയൊരു പെരുങ്കള്ളിയെ അല്ലേ ഞാൻ സർവ്വസ്വാതന്ത്ര്യവും കൊടുത്ത് വീട്ടിൽ വിളിച്ചു കയറ്റിയത്? ഇനി എന്തൊക്കെ ഇവിടുന്ന് കളവ് പോയിട്ടുണ്ടെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇടിവെട്ടേറ്റ പോലെ സജി നിന്നു. നോവൽ തുടരും.